N4 News ഒരുക്കുന്ന പ്രത്യേക ഇലക്ഷൻ പ്രോഗ്രാം ആരുടെ വിധി. നാടിന്റെ തീരുമാനങ്ങൾ ഇനി N4 ന്യൂസിലൂടെ. അപ്പൊ ചേട്ടന്റെ അഭിപ്രായത്തില് ഈ ഇത്തവണ ഭരണമാറ്റം ആവശ്യമാണോ? ആവശ്യമാണ്. ഭരണം മാറണം. എന്താണ് അതിന്റെ ആവശ്യകത? എന്താ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് ഈ ഭരണത്തിലൂടെ ഇപ്പോൾ ഉള്ളത്? അങ്ങനെയുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ട് ഒരുപാടെന്ന് പറയാനില്ല. ഇല്ല, എന്നാലും ഭരണം മാറണം. നമ്മളൊരു സാധാരണക്കാരനല്ലേ, അപ്പൊ ആ നിലയ്ക്ക് നമുക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാത്തതായിട്ടുണ്ടോ സർക്കാർ? നമ്മൾ അതിനെപ്പറ്റി അങ്ങനെ പ്രതീക്ഷിക്കാറില്ല. അത് തുടർച്ചയായിട്ട് 10 വർഷം ഭരിച്ചവർ ഇനി നിർത്തി ഇനി മറ്റവർക്ക് മാറണം, അവരും കൂടി ഒന്ന് ഭരിക്കട്ടെ എന്നുള്ളതാണ് ഒരു അഭിപ്രായമുണ്ട്. അങ്ങനെയുണ്ട്. അപ്പൊ കോൺഗ്രസ് ജയിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം, എന്റെ അറിവ്, അല്ല എന്റെ ഒരു ധാരണ. ജയിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കാളും നല്ലൊരു ഭരണം അവർ കാഴ്ചവെക്കും. ഭരണം ഇപ്പൊ രാഷ്ട്രീയക്കാരുടെ ഭരണമൊക്കെ പേരായാലൊക്കെ അത്ര കണക്കാണ്. കോൺഗ്രസ് അതിനെപ്പറ്റി ഇപ്പൊ അങ്ങനെ ഒരു വിലയിരുത്താനൊന്നുമില്ല. കോൺഗ്രസ് വന്നാലും ഇതൊക്കെ വന്നാലും കണക്കൊക്കെ സാധാരണക്കാരന്റെ കണക്കൊക്കെ ഒന്ന് തന്നെയാ. നീ വെള്ളം കുടിക്കാൻ പോട്ടെ, വെള്ളം കുടിച്ചിട്ട് വാ. അത് തന്നെയാണ് ഒരു ഭരണമാറ്റം ആവശ്യമാണ്. കാരണം എന്നും ഒന്നൊരാൾ തന്നെ ഭരിക്കാന്ന് 10 കൊല്ലം ശരിക്കും ജനങ്ങൾ മടുത്തോ സർക്കാർ? അവര് പുതിയൊരു ഭരണം വന്നിട്ട് ഒരു ഉപകാരം കിട്ടിയിട്ടല്ല, എന്നാലും മാറ്റം വന്നില്ല. ഉപകാരം ഉണ്ടായിരുന്നെങ്കിലും ഭരണം ഒന്ന് മാറണം. കോൺഗ്രസ് ഒന്ന് പറഞ്ഞേൽപ്പിച്ചു കൊടുക്കണം. ശരിയാണ്, ഞാൻ മറ്റൊരു കയറിയോട്ടെ. അപ്പൊ ഈ 5 കൊല്ലം കൊണ്ട് നമുക്കറിയാം ഈ 10 കൊല്ലത്ത് ഭരണം എന്തായിരുന്നു എന്നുള്ളത്. അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. പ്രത്യേകമായിട്ട് ഒരു ഗുണം കിട്ടില്ല. ഇപ്പൊ കോൺഗ്രസ് ആണ് ജയിക്കുന്നുണ്ടെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി വി ഡി സതീശനാണ് മുഖ്യമന്ത്രി ആവാൻ ചേട്ടന് താല്പര്യം. ചേട്ടന്റെ അഭിപ്രായത്തില് ഇത്തവണ ആരാ ജയിക്കുക നമുക്ക് കേരളത്തില്? തിരുവനന്തപുരത്തുള്ള പിണറായി വിജയല്ലേ? പിണറായി വിജയൻ. കണ്ണൂര് ആള് ജയിക്കണോ? ആളാണ് ജയിക്കുക. ആള് 10 വർഷമായിട്ട് ഭരിക്കാണല്ലോ. ഭരണം മാറുന്നു. ആള് 10 വർഷം ഭരിച്ചിട്ടേ ഈ നാടിന് മുഴുവൻ കണ്ടമാന ഉപദ്രവം ഉണ്ടാക്കി. കാരണം ഒരുപാട് ആദിവാസികൾക്കും ഒരുപാട് ഹരിജനങ്ങൾക്കും ഒരുപാട് വീടുകളും ഈ 40 600 ഉണ്ടായ പെൻഷൻ 2000 രൂപയ്ക്ക്, അതൊക്കെ ഭയങ്കര ഉപദ്രവമാണോ? വൃത്തികേടല്ലേ ചെയ്തത്. ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ ഹരിജൻ പട്ടികവർഗം ഹരിജനങ്ങള് ആദിവാസികൾക്ക് മുഴുവനും വീട് കൊടുത്തു. ഇപ്പം വയനാട് 410 വീട് പണിതുകൊണ്ടിരിക്കുക. ഇതില് ഉരുൾപൊട്ടലിൽ പോയത് 170 വീട് പണി കഴിഞ്ഞ് അതിന്റെ താക്കോല് കൊടുത്തു. ബാക്കിയുള്ളത് ഇപ്പൊ പണിതുകൊണ്ടിരിക്കുക. ഇതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അതൊക്കെ വൃത്തികേടല്ലേ ചെയ്തത്. അതുകൊണ്ട് ആള് ഒരു 5 കൊല്ലം കൊണ്ട് ഭരിക്കണം. ഭരിക്കണ അല്ല, വൃത്തികേട് ചെയ്തവർ ഭരിച്ചോട്ടെ, അതല്ല നല്ലത്. അല്ല, ആളിങ്ങനത്തെ ഇത്ര വലിയ പാവങ്ങൾക്ക് ജനങ്ങൾക്ക് മുഴുവൻ ഇത്ര ഒരുപാട് വീടുകളും പറമ്പുകളും പെൻഷനും 600 ഉണ്ടായ പെൻഷൻ 2000 രൂപയ്ക്കില്ല. അതൊക്കെ ഭയങ്കര തെറ്റല്ലാണ് ചെയ്തത്. അപ്പൊ 5 കൊല്ലം കൂടി ആളെ ഭരിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. 5 കൊല്ലമല്ല, ഒരു മനസാക്ഷിയുള്ള ആരെങ്കിലും തുടർ ഭരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. വികസനങ്ങൾ ഉണ്ടാവണം. ആ വികസനങ്ങൾ പാവങ്ങൾക്ക് കോൺഗ്രസ് ഭരിച്ചാലും ഈ വികസനങ്ങളൊക്കെ ഉണ്ടാവുന്ന. കോൺഗ്രസ് ഭരിച്ചിട്ട് ഇപ്പൊ KSRTC സൗജന്യ യാത്രയൊക്കെയാണ് അവർ ഓഫർ ചെയ്തത്. അതൊക്കെ ഇൻഷുറൻസ് ഫ്രീ ആയിട്ട്. കെ പി ഗണേഷ് കുമാർ ഇപ്പൊ സ്കൂൾ കുട്ടികൾക്ക് വില കുറച്ച് പൈസ കുറച്ച് വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പുത്തൂര് പാർക്ക് ഉണ്ടാക്കിയിട്ട് പാർക്കിൽ 2 നില കെട്ടിട ബസ് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് പോവാൻ പാർക്കിൽ എല്ലാവർക്കും പോവാം. 2 നില ബസ്സിൽ 6.5 കിലോമീറ്റർ 2 നില ഈ ബസ്സിൽ യാത്ര ചെയ്യാം. 2 നില ബസ്സിൽ കുട്ടികൾക്ക് വരുന്നവർക്കൊക്കെ യാത്രക്കാർ 30 രൂപ ചാർജ്. അപ്പൊ സർക്കാർ നല്ല കാര്യങ്ങളാണ് ചെയ്തതൊക്കെ, അങ്ങനെയാണോ? ഇപ്പോൾ ഈ 10 വർഷമായിട്ട് ഈ ഇടതുപക്ഷ സർക്കാർ ചെയ്തത് ഒരുപാട് ജനങ്ങൾക്ക് വീടുകളും പെൻഷനും അങ്ങനെ ഒരുപാട് ഇതുകൾ ചെയ്തത്. ഇത്രയും നല്ല ഗുണം ചെയ്ത ഒരു കരുണാകരനോ ഉമ്മൻചാണ്ടിയോ ഉണ്ടായിട്ടില്ല. അല്ല, 60 രൂപ പെൻഷൻ ഉണ്ടായതാണ് ഇപ്പൊ ഈ 2000 രൂപയ്ക്ക്. 600. അപ്പോൾ എല്ലാവർക്കും പെൻഷൻ കിട്ടുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടില്ല. പിണറായി വിജയൻ പറഞ്ഞൊരു മുന്നേ 600 ഉണ്ടായ പെൻഷനാണ് ഇപ്പൊ 2000 ആക്കിയത്. ഓക്കെ.
ചേട്ടാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പൊ 10 വർഷമായിട്ട് ഇപ്പൊ ഇവിടെ LDF ആണ് ഭരിക്കുന്നത് കേരളത്തിൽ. ഈ തവണ ഒരു ഭരണമാറ്റം ഉണ്ടാവുമോ? ഭരണം ഉണ്ടാവുന്ന പ്രതീക്ഷിക്കണം ഉണ്ടാവണം ആഗ്രഹം. ഇപ്പൊ ഈ 10 വർഷം കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഈ ഭരണം? നമുക്ക് അവരെ പറ്റി അത്രയും പറ്റിയില്ല, അറിയില്ല. നമുക്ക് അതിനെ രാഷ്ട്രീയത്തെ പറ്റി അറിയില്ല, എന്തെങ്കിലും പറയാനോ സംസാരിക്കാനോ അറിയില്ല. അത് ഭരണം മാറണം എന്നുള്ളത്, അത് മാറണം ഇന്നത്തെ ഭരണസ്ഥിതി അനുസരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾക്ക് മറ്റുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഒരേ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഓഫീസിൽ പോയാലും മറ്റു കാര്യങ്ങളിൽ പോയാലും ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളത് കുറച്ചൊരു മാറ്റം ആവശ്യപ്പെടും. അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുന്നതാണോ പ്രതീക്ഷിക്കുന്നു? ഒരു കോൺഗ്രസ് ഭരണം, UDF സർക്കാർ ഇനി ഭരിക്കണം എന്നാണ്. അപ്പൊ UDF സർക്കാർ ഭരിക്കാൻ നമുക്ക് ആരായിരിക്കണം മുഖ്യമന്ത്രി? അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല. അത് നമുക്കൊരാൾക്ക് അങ്ങനെ മനസ്സിൽ ആഗ്രഹമുണ്ടോ അങ്ങനെ ആരെങ്കിലും ആവണം? ഇല്ല, അങ്ങനെ മുന്ന ആളാവണം എന്നില്ല. ആരായാലും കുഴപ്പമില്ല. UDF ഏത് ആളായാലും ഓക്കെയാണ്. അപ്പൊ UDF ജയിക്കുന്നതാണ് ചേട്ടൻ്റെ അഭിപ്രായം? എന്റെ അഭിപ്രായം, ഞാൻ ടാക്സി ഡ്രൈവറാണ്. വണ്ടി അവിടെ കിടക്കുന്നുണ്ട്, എന്റെ വീടത്. അപ്പൊ UDF ജയിക്കുന്നതാണ്. ഞങ്ങള് പിന്നെ INT യൂണിയനിൽ പഴയ കാലത്തുള്ള യൂണിയനിലെ ആളാണ്. ഇപ്പൊ ഇല്ല, ഇപ്പൊ നമ്മള് അതൊക്കെ കൊണ്ടാണ് പറയുന്നത് UDF ജയിക്കുന്നത്. അതെ അതെ അതെ. അല്ലെങ്കിലും ഞങ്ങൾക്ക് കൂടുതൽ സ്വാധീനം ഞങ്ങൾക്ക് അവരിൽ നിന്നാണ് കിട്ടുക. കാരണം പലരും ചിലപ്പോൾ കൈക്കൂലിയൊക്കെ ആയാലും തന്നെ കാര്യങ്ങൾ കിടുകിടുന്ന് പറഞ്ഞ് നടക്കും. മറ്റുള്ളവർക്ക് സമയം എടുക്കും. അല്ല, ഇപ്പൊ ഒക്കെ ഡിജിറ്റലാണല്ലോ. പഞ്ചായത്തിലും അവിടെ പോയാലും വില്ലേജിലൊക്കെ ഡിജിറ്റലാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ കൈക്കൂലി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. കോൺഗ്രസ് കൈക്കൂലി വീണ്ടും തുടങ്ങും. അവര് തുടങ്ങിയാലും കൊള്ളാം, തുടങ്ങിയില്ലെങ്കിലും കൊള്ളാം. ചേട്ടന്റെ അഭിപ്രായത്തില് ഇത്തവണ ആര് ഭരിക്കാൻ സാധ്യത? അങ്ങനെ പ്രത്യേകിച്ച് വിശകലനമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ആര് വരണമെന്നാണ് ആഗ്രഹം? അങ്ങനെ ആര് വന്നാലും തുല്യമായിരിക്കുള്ളൂ. ഇപ്പോഴത്തെ ഇപ്പൊ എന്ത് നടക്കണോ അത് ചിലപ്പോ UDF വന്നാൽ അത്രയും പോലും നടക്കില്ല. കാരണം നടത്തിക്കില്ല അവര്. സമരങ്ങള് കുറെ അധികം ഉണ്ടാവും. UDF വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ, ഗുണങ്ങൾ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു? അതിപ്പോ മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. എന്ത് മാറ്റം വരാൻ വരും. അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ ചെയ്യും, ഇവര് പറ്റുന്ന രീതിയിൽ ഇവര് ചെയ്യും. ഇത്രയുള്ള ഒന്നും കൂടുതലായിട്ടൊന്നും ചെയ്യില്ല. ആരും വന്നാലും സംബന്ധിച്ച് ആര് വന്നാലും പ്രശ്നമല്ല എന്നുള്ളതാണ്. ഒന്നും പ്രശ്നമല്ല. സമരം കൂടുതലാവും. ഇടതുപക്ഷം വന്നാൽ സമരം കുറയും. സമരം ഉണ്ടാവില്ല. സമരം വരാനുള്ള കാരണം അല്ല, അവരുടെ അഴിമതികൾ പ്രശ്നങ്ങൾ വരുമ്പോഴുള്ള സമരങ്ങൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ തന്നെ ഉണ്ടാവും എന്തെങ്കിലും സമരങ്ങൾ ഉണ്ടാക്കും. പണിമുടക്കുകൾ പലതും ഉണ്ടാക്കും. ആ സമയത്ത് ഇന്ന് അവരുടെ ഭരണത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനൊരു 10 കൊല്ലമായിട്ട് സമരമില്ല ഉള്ള സത്യമാണ്. ഇപ്പൊ ഞങ്ങളുടെ അറിവില് ഇപ്പൊ സമരങ്ങളില്ല എന്നാണ് പറയുന്നത് 10 വർഷങ്ങളായിട്ട്. അപ്പൊ ഈ ഭരണം മാറിക്കഴിഞ്ഞാൽ സമരങ്ങൾ ഉണ്ടാവും. പിന്നെ ഈ സർക്കാർ ഭരിക്കുന്നതാണോ നല്ലത്? ഈ സർക്കാർ ഭരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കോപ്പത്തണ്ട് ഈ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. മറ്റവര് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ഭരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, അവർ തന്നെ എടുത്തോളൂ. സമരത്തിന് വേണ്ടിട്ട് പന്തംകൊളുത്തി നടത്താൻ എടുക്കും. അപ്പൊ ഇത്തവണ കോൺഗ്രസ് ഭരിക്കുന്നതാണോ? കോൺഗ്രസ് തന്നെ ഭരിക്കുള്ളൂ. കോൺഗ്രസ് ഇപ്പോ ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നത് 110 സീറ്റൊക്കെ കിട്ടുമെന്നാണ് പറയണത്. അത്രയൊക്കെ കിട്ടും? അത്രയൊന്നും ഇല്ലെങ്കിൽ 100 എത്തുന്നുള്ളതാണ് എന്റെ കണക്കൂട്ടൽ. 100 സീറ്റ് കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ UDF അദ്ദേഹത്തിലൊന്ന് ആരായിരിക്കും മുഖ്യമന്ത്രി? ഇപ്പൊ സതീശനാവുള്ളൂ. സതീശനാണ് സാധ്യത കൂടുതൽ. അങ്ങനെയാണുള്ള ആവേണ്ടത്. രമേശ് ചെന്നിത്തലയ്ക്ക് ചാൻസ്, അവര് തമ്മിൽ അടി കൂടുമെന്ന് പറയാൻ പറ്റില്ല. അവര് കോൺഗ്രസ്സുകാരുടെ ഒരു സ്വഭാവം നിലയ്ക്ക് അവര് അടി കൂടാം. ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അതിനു വേണ്ടി ഉണ്ടാവൂല. അങ്ങനെ ഉണ്ടാവും. പക്ഷെ ജയിക്കേണ്ടത് അവരാണ്, പേര് വരുന്നത് ആളാണ്. ആര് ഭരിച്ചാലും നമുക്ക് കുഴപ്പമില്ല. ആര് ജയിച്ചാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ UDF ജയിക്കുന്നതാണ് ചേട്ടൻ്റെ ആഗ്രഹം. അത് തന്നെയാണ്. ആര് നേടും എന്നുള്ളത്? LDF വരും. അതെന്താ ഉറപ്പിൽ പറയാൻ കാരണം? അവർ 10 വർഷമായാലും ഭരിക്കണേ. 10 വർഷം ഭരിച്ചതിന്റെ മികവ് കൊണ്ടും വികസനത്തിന്റെയും ക്ഷേമകാര്യങ്ങൾ, സാമൂഹ്യ ക്ഷേമം ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് ഒറ്റ കാര്യം പറയാൻ പറ്റുള്ളൂ. കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും LDF അധികാരത്തിൽ വരും. 100% ഗ്യാരണ്ടിയാണ്. കോൺഗ്രസിന് ഒരു സാധ്യത കൽപ്പിക്കുന്നില്ല? എന്തെങ്കിലും സാധ്യത? കോൺഗ്രസിന് പല സീറ്റുണ്ട്, ഉണ്ടെങ്കിൽ ഭാഗ്യം.
അത്രയും പറയാം. പല സീറ്റ് വരെ കിട്ടില്ല എന്നുള്ളതാണോ? തീർച്ചയായിട്ടും അതെ. ഒരു 110 സീറ്റ് വരെ നേടുന്നതാണ് ആ പൂജ്യം കട്ട് ചെയ്യാ അത് കിട്ടും. അത്ര കിട്ടാൻ സാധ്യതയുള്ളൂ. ബിജെപിക്ക് എങ്ങനെയാണ് അവസ്ഥ? ഇത് കൊല്ലം തൃശ്ശൂർ ഇങ്ങനെ ഒരു സീറ്റ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം ഒരു സീറ്റും കിട്ടില്ല. കരുണാകരന്റെ മോൾക്ക് സീറ്റ് പൽപ്പറ്റ ഒരുപാട് പ്രാവശ്യം ഇവിടെ നിന്നതല്ലേ തൃശ്ശൂര്, കേട്ടില്ല. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ അബദ്ധം പറ്റിയതാ. ഇങ്ങനെ അബദ്ധം അങ്ങനെ ജനങ്ങൾക്ക് പറ്റില്ലെന്നോ? ഒരിക്കലും പറ്റില്ല സഹോദര. അപ്പൊ മൂന്നാമതും പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരുന്നതാണ് ചേട്ടൻ. ഓഫ് കോഴ്സ്. ഈ ഇലക്ഷനിൽ ആരധികാരത്തിൽ വരുന്നതാണ് ചേട്ടൻ്റെ ആഗ്രഹം? UDF അധികാരത്തിൽ വരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. UDF അധികാരത്തിൽ വരുന്നതാണ് പ്രതീക്ഷ. അതെന്താണ് LDF ചെയ്ത വികസനങ്ങള്? LDF ആക്കാവുന്ന ഒരു വികസനം കേരളത്തിൽ നടപ്പാക്കിയെന്ന് തോന്നുന്നില്ല. പിന്നെ ആ മുന്നണിക്കകത്ത് ഇപ്പൊ കാണുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെ വലിയൊരു പ്രശ്നമാണ് അല്ലേ? അമ്പലപ്പുഴ സീറ്റിൽ ഞാൻ പത്രമൊക്കെ വായിക്കുന്നത് ഞാൻ മാധ്യമങ്ങൾ കാണുന്നതുകൊണ്ട് ജി സുധാകരൻ അങ്ങനെ കണ്ണൂർ മുതൽ ഏകദേശം എല്ലാ സ്ഥലത്തും ആഭ്യന്തര പ്രശ്നമല്ലേ. അപ്പൊ അതന്നെ അവരുടെ ഒരു ഇതുവരെ കാണാത്ത ഒരു സംഭവ വികാസങ്ങളാണ് LDF കോൺഗ്രസിലും ചില പ്രശ്നങ്ങളിൽ അവർ പരിഹരിച്ച് അവർ മുന്നോട്ട് പോയില്ലോ. ഇത് അവർക്ക് ഭരണം കിട്ടി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. പരിഹരിച്ച് ആരായിരിക്കും മുഖ്യമന്ത്രി ആവുക? അങ്ങനെയാണ് തോന്നുന്നു സതീശനായിരിക്കും. VD സതീശൻ ആഗ്രഹം. അയാളുടെ ആ നിലപാടുകളോടൊക്കെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു വർഗീയതയ്ക്കെതിരായിട്ടൊരു പോരാട്ടം നടത്തുന്ന ഒരാളല്ലേ. അങ്ങനെ കാണുമ്പോൾ തോന്നുന്നു, വായിക്കുമ്പോഴൊക്കെ മനസ്സിലാവുന്നു. അങ്ങനെ ആയിരിക്കും വിചാരിക്കും. VD സതീശൻ പറഞ്ഞ പോലെ ഒരു 110 സീറ്റിന്റെ ഒക്കെ വിജയം ഉണ്ടായിരിക്കും. 100ന്റെ അടുത്തേക്ക് എത്തുന്നതാണ് ഇപ്പോഴത്തെ ഒരു പല സർവേകളും പറയുന്നത്. 100 മേലേക്ക് ഉണ്ടാവും പറയുന്നത്. 100 തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും തോന്നുന്നു. അപ്പൊ ഒരു മൂന്നാം ഭരണം പിണറായി വിജയൻ ഉണ്ടാവില്ല. VD സതീശൻ ജയിക്കണം എന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം. ഒരു ഭരണം മാറ്റം ആവശ്യമില്ല കേരളത്തില്. UDF ജയിക്കണം എന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം. അതെ അതെ. നമുക്ക് എത്ര സീറ്റോട് കൂടി ജയിക്കാന്ന് കഴിയത്തോണം? പറ്റില്ല. ഈ 10 വർഷത്തെ ഭരണം വളരെ മോശമായിരുന്നു. അപ്പൊ ഒരു ഭരണം മാറ്റം ആവശ്യമാണ്. 100 സീറ്റോളം UDF നേടുന്നു അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ UDF ജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും? മുഖ്യമന്ത്രിയായിട്ട് ആരാണ് വരാൻ ചേട്ടൻ്റെ താല്പര്യം? അവരുടെ താല്പര്യം ഞാൻ ചോദിക്കണം. ചേട്ടൻ്റെ താല്പര്യം അങ്ങനെ താല്പര്യം ഇല്ല. ആര് വന്നാലും കുഴപ്പമില്ല, ഭരണം ഒന്ന് മാറണം. പിണറായി വിജയന് താഴെ ഇറക്കണം. അതെ, ഭരണം വളരെ മോശമാണ്. ഇപ്പോഴത്തെ ഭരണം മോശമാണെന്നാണ് അഭിപ്രായം. ഇത്തവണ ഇലക്ഷനൊക്കെ വരാൻ പോവാണല്ലോ. അപ്പൊ 10 വർഷമായിട്ട് ഇപ്പൊ LDF സർക്കാരാണ് കേരളം ഭരിക്കണേ. ആ ഭരണത്തിലൊരു മാറ്റം വരണ്ടേ? ഈ 10 വർഷമായിട്ടും ഇപ്പോൾ LDFന്റെ ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ട് പോകുന്നുണ്ടല്ലോ. അപ്പൊ അതിന് വിട്ട് മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള സാഹചര്യം എനിക്ക് തോന്നുന്നില്ല. തുടർച്ചയായി തുടർച്ചയുടെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇത്രയും വികസനം കേരളത്തിൽ ഉണ്ടാവാനുള്ള കാരണം മുൻ വർഷങ്ങളിൽ നമ്മുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ 5 വർഷം ഓരോരുത്തരും മാറി മാറി ഭരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു 5 വർഷത്തിൽ പ്രൊജക്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് വരുന്നവരത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. അപ്പൊ അതിനേക്കാളും നല്ല തുടർന്നുള്ള ഭരണം തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ UDFന് സാധ്യത ഇല്ല ഈ ഇലക്ഷനിൽ? UDFന് കിട്ടുന്ന സമയങ്ങൾ മുഴുവനും അങ്ങനെ എനിക്കിപ്പോൾ ഒരു 10-50 വയസ്സിൻ്റെ അടുത്തായിട്ടുണ്ട്. അവരുടെ കാലഘട്ടങ്ങളിൽ അങ്ങനെ നല്ലൊരു ഭരണം കാഴ്ചവെച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ LDF മൂന്നാമതും ഭരണത്തിൽ വരണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവർ വരണം. ഈ BJPക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ? ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യത വളരെ കുറവാണ്. ഇനി വരാൻ പോകുന്നതിലൊക്കെ എന്തെങ്കിലും സാധ്യത പറയാൻ പറ്റില്ല. അവർ വളരുന്നുണ്ട്, വളർച്ചയുണ്ട് അവർക്ക്. പക്ഷേ നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനത്ത് അവർ വരുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു സ്റ്റേറ്റുകളിലൊക്കെ കണ്ടുവരുന്ന സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഗീയത തന്നെയാണ് അവരുടെ മുഖമുദ്ര. അപ്പം അതുകൊണ്ട് അതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. ഉണ്ടാവുന്ന ചേട്ടനുള്ള പ്രതീക്ഷ ഉണ്ടോ? ഉണ്ടാവുന്നതാണ് പ്രതീക്ഷ. അത് തുടർ ഭരണത്തിലേക്ക് ഉണ്ടാവുന്ന ഉറപ്പ് പറയാൻ എന്തൊക്കെ വികസനങ്ങളാണ് എടുത്തു പറയാനുള്ളത്? ഇവിടെ പല വികസനവും ഞങ്ങളുടെ ഈ മണ്ഡലത്തിലേ നല്ല സഹായം ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന് എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? അതിപ്പോ പറയാൻ പറ്റില്ല നമുക്ക്. 10 വർഷമായിട്ട് തുടർന്നാണല്ലോ. അപ്പൊ അതിലൊരു മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന് അങ്ങനെ വരാൻ സാധ്യതയില്ല. ഈ സർക്കാർ തന്നെ തുടരുന്നാണ് അഭിപ്രായം.
N4 ന്യൂസ് ഒരുക്കുന്ന പ്രത്യേക ഇലക്ഷൻ പ്രോഗ്രാം ആരുടെ വിധി? നാടിന്റെ തീരുമാനങ്ങൾ ഇനി N4 ന്യൂസിലൂടെ.